ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് ഇവിടുത്തെ മിലാനിലെ ട്രാൻസ്പോർട്ടിങ് മെത്തേഡ്സ് ഒക്കെ കേട്ടോ. ഇത് ഫസ്റ്റ് ഇവിടെ കാണുന്നത് ബസ്സും പിന്നെ ഇവിടെ ടിൻ ബസ്സാണ്. ഇവിടെ കൂടുതൽ ഇങ്ങനെ ഗ്രീൻ കളറിലാണ് കോമൺലി കാണാറ്. ഇത് കാണുന്നത് ഇവിടുത്തെ ഇലക്ട്രിക് ബസ് ആട്ടോ. ഇവിടെ ട്വിൻ ബസ്സും പറഞ്ഞില്ലേ, അതുപോലെ ഇത് ഇലക്ട്രിക് ബസ്സാണ് കേട്ടോ. ഇത് ഫുള്ളി ഇലക്ട്രിക് ആയിരിക്കും. ചില ബസ്സുകൾക്ക് ഇതേപോലെ ആൻറ്റിന മുകളിലുണ്ടാവും. നമ്മുടെ ഇവിടുത്തെ മിലാനിലെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ട്രാൻസ്പോർട്ടിങ് മെത്തേഡ്സ് ആണ് ഇത് കാണുന്നത്. ഈ കാണുന്നത് ട്രാമാട്ടോ. ഇവിടെ കൂടുതലിങ്ങനെ ഈ 2 കമ്പാർട്ട്മെൻറ്റിൽ വരുന്ന ടൈപ്പ് ട്രാമാണുള്ളത്. ഈ ട്രാം തുടങ്ങിയിരിക്കുന്നത് 1876 ഇവിടെ മെയിൻ സ്ഥലങ്ങളായ ദുവോമോ അങ്ങനത്തെ ചില സ്ഥലങ്ങളില്ലേ, ഈ പ്രിക്കോത്ത റേഞ്ച്, അവിടെ ഇങ്ങനെ അത്യാവശ്യം മിലാൻ്റെ സ്ഥലങ്ങളിൽ കവർ ചെയ്യുന്നതാണ് ഈ ട്രാം. പിന്നെ ഓരോ ട്രാമിനും അതിൻ്റെ പ്രത്യേക ഷേപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ഇറ്റലിയിൽ. ഇപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പോൾ ഇത് നമ്മുടെ ട്രാമോട് നിന്ന് പോകട്ടെ. നമ്മളിപ്പോൾ നിൽക്കുന്നത് ദുവോമോയിലാണ്. നമ്മൾ ദുവോമോയിൽ ജസ്റ്റ് ഒന്ന് ചർച്ച് കാണാൻ വേണ്ടി വന്നതായിരുന്നു. അപ്പം നമ്മൾ ട്രാം ദേ പോകുന്നു. ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഇനി കാണാൻ പോകുന്നത് ഇവിടുത്തെ ലോക്കൽ ട്രെയിനാട്ടോ. ഇവിടുന്ന് ലോക്കൽ ട്രെയിൻ എന്ന് പറയുമ്പോൾ 3 ലെവലുകളാണുള്ളത്. ഒന്നാമത്തെ ലെവൽ എന്ന് പറയുന്നത് പ്ലാറ്റ്ഫോമിനേക്കാളും അത്യാവശ്യം താഴ്ന്നിരിക്കുന്ന ഒരു ലെവലും, രണ്ടാമത്തെ ലെവൽ എന്ന് പറയുന്നത് ഈ പറയാമല്ലോ എന്തായിരുന്നു ഈ പ്ലാറ്റ്ഫോമിൻ്റെ ലെവലിൽ നിൽക്കുന്നതും, പിന്നെ മൂന്നാമത്തെ ലെവൽ നമ്മുടെ പ്ലാറ്റ്ഫോമിനേക്കാളും കുറച്ചുകൂടി ഹൈറ്റ് കൂടുതലുള്ള രീതിയിലായിട്ട് നിൽക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ സീറ്റിനേക്കാളും കുറച്ചുകൂടി മുകളിലായിരിക്കും മൂന്നാമത്തെ നില നിൽക്കുന്നത്. മറ്റേ പ്ലാറ്റ്ഫോമിൻ്റെ ലെവലുള്ളത് സെക്കൻഡ് ലെവൽ, അത് കറക്റ്റ് ലെവലും, പിന്നെ അടിയിലുള്ളത് ഏറ്റവും താഴെയും. ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത് ഇവിടുത്തെ ഇറ്റലിയിൽ ആദ്യമായിട്ട് തുടങ്ങിയ മെട്രോ കേട്ടോ. ഇതിന് M1 എന്ന് പറയാം. ഇവിടുത്തെ ഇതിൻ്റെ ഈ സ്റ്റേഷൻ ഇല്ലേ, ഈ M1ൻ്റെ കളർ റെഡ് ആയതുകൊണ്ട് ആ കളറായിരിക്കും റെഡ് മോസ്റ്റ് ഓഫ് ഇത് നമ്മുടെ സെസ്റ്റോ മാജി തുടങ്ങി എവിടെയാ ഈ റോഫിയോ മിലാനോ ബിഷയിൽ വരെയാണ് പോകുന്നത്. ഇത് തുടങ്ങിയിരിക്കുന്നത് നവംബർ 1, 1964 കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം പഴക്കമുണ്ട് മെട്രോ. ഈ കഴിഞ്ഞ കൊല്ലം ഈ മെട്രോയുടെ 60ാമത്തെ വാർഷികമായിരുന്നു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കയറുമ്പോൾ നമുക്ക് പോകേണ്ട സ്ഥലം ഇവർ കാണിക്കൂട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ്. ഇപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് റൗണ്ട് വേറെ മെട്രോസിനെ കണക്ട് ചെയ്യുന്ന സ്റ്റേഷനുകൾക്ക് ആ മെട്രോയുടെ കളർ റൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് നമ്മൾ ലൊറേറ്റർ M2ലേക്ക് കണക്ട് ആവുന്നത് കൊണ്ട് അത് ഗ്രീൻ സർക്കിൾ കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ സ്റ്റേഷനുകളില്ലേ, നമ്മൾ ഇറങ്ങിയിട്ട് മെട്രോയുടെ നമുക്കൊരു പ്രൈവറ്റ് ഏരിയകളില്ലേ, ഈ റോഡുകൾ, അവിടേക്കൊക്കെ ഈസി ട്രാവലിന് വേണ്ടിയിട്ടാണ് ഈ സൈക്കിളുകൾ. നമ്മൾ ചെറിയ പേയ്മെൻ്റ് ഒക്കെ കൊടുക്കണം, എന്നാലേ നമുക്ക് കയറാൻ പറ്റത്തുള്ളൂ. ഇത് കാണുന്നത് ഇവിടുത്തെ രണ്ടാമത്തെ തുടങ്ങിയ മെട്രോ ആണ് M2. ഇത് ഗ്രീൻ ലൈൻ എന്നാണ് കേട്ടോ പറയാം കൂടുതൽ. ഇത് സെപ്റ്റംബർ 27, 1969 തുടങ്ങിയത്. ഇത് നമ്മളിവിടെ അബിയത്ത ഗ്രാസോ, ജസാത്തെ ആ റേഞ്ച്, കൊളംബനോർത്ത ആ റേഞ്ച്, ആ വഴികൾ ഇവിടെ പോകുന്നതാണ് കേട്ടോ. നമ്മുടെ നവീലിയില്ലേ, അതൊക്കെ ഈ മെട്രോ ലൈനിലാണ് പെടുന്നത്. ഇവിടെ അത്യാവശ്യം നമ്മുടെ M1 പോലെ തന്നെ ഇതിൽ അതേപോലെ മാപ്പുകളുണ്ടാവും. ഇതാണ് കാണുന്നത്. ഇത് നമ്മുടെ എൻഡിലുള്ളത് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് കാണുക. ഞാൻ നേരത്തെ മെട്രോയിലുള്ള പോലെ തന്നെ നമ്മൾ കണക്റ്റ് ആവുന്ന സ്ഥലത്ത് ഇങ്ങനെ എന്തിട്ട് കാണിക്കും, എൻ്റെ റെഡ് സർക്കിളിൽ അല്ലെങ്കിൽ ഗ്രീൻ, അതിൻ്റെ മെട്രോയുടെ കളർ അനുസരിച്ച് അവർ കാണിക്കും കേട്ടോ. ഇനി നമ്മൾ കാണുന്നത് ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിലെ ഒരു സംഭവം കേട്ടോ. ഇവിടെ എസ്കലേറ്റേഴ്സ് ഉണ്ടാവും അത്യാവശ്യം, കാരണം അത് എല്ലാവർക്കും കോമൺ ആണ്. പക്ഷേ നമ്മൾ ഈസി ട്രാവലിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് M3യിലേക്ക് കേട്ടോ വന്നിരിക്കുന്നത്. ഇവിടെ M3 എന്ന് പറയുന്നത് ഇവിടുത്തെ 3ാമത്തെ തുടങ്ങിയ മെട്രോ ആണ്. ഇത് മെയ് 3, 1990 തുടങ്ങിയത്. M3 അത്യാവശ്യം ഇങ്ങനെ ദുവോമോ ദി മിലാനോ ആ റേഞ്ചൊക്കെ കണക്ട് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇത് M4 ആണ്. ഇത് മറ്റേ ബ്ലൂ ലൈൻ കേട്ടോ, മറ്റേത് യെല്ലോ ലൈൻ ആയിരുന്നു. ഇത് ബ്ലൂ ലൈൻ. M5 എന്ന് പറയുന്നത് 26 നവംബർ 2022 തുടങ്ങിയതും. ഇത് ഡ്രൈവറില്ലാത്ത ടൈപ്പ് മെട്രോ ആണ്. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിൻ്റെ ഫ്രണ്ടിലൊക്കെ ഇരിക്കാൻ പറ്റും. അത്യാവശ്യം നല്ല മെട്രോ ആണ്. നമ്മുടെ മറ്റേ എല്ലാ ട്രെയിനുകളും ഈ സ്റ്റേഷനുകൾ അതിൻ്റെ കളറിൻ്റെ രീതിയിലായിരിക്കും ഇത് ഡിസൈൻ ചെയ്തിട്ടുണ്ടാവുക. കുറേ ആൾക്കാർക്ക് ഇവിടെ ഓടിക്കരുന്നുണ്ട്. അവർക്ക് വേഗം വീട്ടിലെത്താനാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് മെട്രോ പോവാണ്. അപ്പോൾ ഈ M3യുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇതാണ് ലേറ്റസ്റ്റ് ആയി തുടങ്ങിയ മെട്രോ. ഇത് അത്യാവശ്യം ക്ലോസ് ആണ്, 2022 തുടങ്ങിയത്. അപ്പോൾ M4 ആയിരുന്നു. M4ൽ സ്റ്റേഷനിൽ കുറവാണ്. ഇതാണ് ഞങ്ങൾ പറഞ്ഞത്, നമുക്ക് ഡ്രൈവർ സീറ്റിൻ്റെ ഭാഗത്ത് ഫ്രണ്ടിലിരിക്കുക എന്നുള്ളത് കണ്ടോ. നമുക്ക് ആ ടണലിലൂടെ പോകുമ്പോൾ ആ വ്യൂസ് ഫുള്ളും നമുക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ശരിക്കൊരു പ്രത്യേക രസമാണ് അവിടെ ഇരിക്കാനായിട്ട്. ഞങ്ങൾ അത്യാവശ്യം നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളൊരു സ്ഥലത്തിൻ്റെ പേര് മറന്നു ഞങ്ങൾ അങ്ങോട്ട് പോയിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ M3യുടെ അടുത്ത മെട്രോയിലേക്ക് പോകുന്ന സമയത്ത് കണ്ടൊരു ചെറിയ സംഭവം കേട്ടോ. ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ്, നമ്മൾ ചൈനയിൽ കാണുന്ന ഗ്ലാസ് ബ്രിഡ്ജിൽ, അതൊക്കെ ചൈനയിൽ പോകണ്ടേ, പക്ഷേ ഇത് കാണുമ്പോൾ ഒരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടപ്പോൾ ഒരു കൗതുകം ഇപ്പോൾ എടുത്തുന്നുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ നിൽക്കുന്നത്
M5 M5 എന്ന് വെച്ചാൽ ഇതേപോലെ തന്നെ ഡ്രൈവർലെസ് മെട്രോ ആണ്. ഇത് തുടങ്ങിയിരിക്കുന്നത് ഫെബ്രുവരി 10, 2013 കേട്ടോ. അപ്പോൾ M4 ആണ് കുറച്ചും കൂടി ലേറ്റസ്റ്റ് എന്ന് മനസ്സിലാവും. പിന്നെ ഈ M5 കൂടുതൽ പോകുന്നത് സാൻ സീറോ സ്റ്റേഡിയോ അങ്ങനത്തെ സ്ഥലങ്ങളിലേക്ക് കേട്ടോ. ഇത് ഡ്രൈവർലെസ് ആണ്, മറ്റേ M4 പോലെ തന്നെ സെയിം ടൈപ്പ്, പക്ഷേ കളർ ഡിഫറൻസ്. ഇത് നേരത്തെ പറഞ്ഞല്ലോ, സ്റ്റേഷൻ അതിനനുസരിച്ചായിരിക്കും ക്രമീകരിച്ചിരിക്കുക. പിന്നെ ഇത് നമ്മൾ നിർത്തുന്ന ഉള്ളിൽ നിന്നുള്ള വ്യൂ കേട്ടോ. നിർത്തുമ്പോൾ നമുക്ക് എങ്ങനെ കാണാൻ പറ്റും നോക്കി. നിങ്ങൾക്ക് ഫസ്റ്റ് നമ്മുടെ സ്ലൈഡിംഗ് ഡോർ രണ്ടും ഓപ്പൺ ആവും, എന്നാലും മറ്റേത് ഓപ്പൺ ആവുള്ളൂ. ഇത് കറക്റ്റ്, ഇത് ഫുൾ ഓട്ടോമാറ്റിക് ആണ്. M4ഉം M5 ഫുൾ ഓട്ടോമാറ്റിക് ആട്ടോ. നമുക്ക് ഈ രണ്ട് മെട്രോയുടെ പ്രത്യേകിച്ച് നമുക്ക് തമ്മിൽ ടോക്കുകളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ റിലേറ്റീവ്സ് നമ്മുടെ ഫാമിലി കേട്ടിരിക്കണമെങ്കിൽ ഈ 4 സീറ്റേഴ്സിൽ ഇങ്ങനെ നമ്മൾ ഫ്രണ്ടിൽ നമ്മൾ മുഖാമുഖം നോക്കിക്കുന്ന ടൈപ്പ് അതാട്ടോ. ഞാനും എൻ്റെ അനിയനും കൂടി നന്നായിട്ട് എൻജോയ് ചെയ്യുന്നത്. കാരണം നമ്മൾ കുറേ പേരെ നമുക്ക് ആഗ്രഹമായിരിക്കും നമ്മൾ ട്രെയിനിൻ്റെ ഫ്രണ്ടിലിരിക്കുന്നത്. കാരണം നമുക്കറിയില്ല വ്യൂ ഉണ്ടെന്ന്. ആ ആഗ്രഹം നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധിച്ചു കിട്ടും കേട്ടോ. നമ്മൾ ഇറങ്ങാൻ പോകുന്ന സ്റ്റേഷനാണ് കേട്ടോ, സാൻ സീറോ സ്റ്റേഡിയോ ആ സ്റ്റേഷനാണിത്. ഇതിപ്പോൾ സാൻ സീറോ സ്റ്റേഡിയം അല്ല, സോറി, വേറെ ഏതോ സ്റ്റേഷൻ ഞാൻ മറന്നുപോയി. ഇത് M5 അത് കേട്ടല്ലോ, ലേറ്റസ്റ്റ് അല്ല, സെക്കൻഡ് ലേറ്റസ്റ്റ് ആണ്. പിന്നെ ഇത് അത്യാവശ്യം പഴയതൊന്നും പറയാൻ പറ്റില്ല. പിന്നെ ഈ മെട്രോകളുടെ പ്രത്യേകം സ്റ്റേഷനുകൾ ഭയങ്കര അടുത്തടുത്തായിരിക്കും കേട്ടോ. അപ്പോൾ ഗായ്സ്, അത്രയുള്ള ഇന്നത്തെ വീഡിയോ. ഇനി നിങ്ങൾക്ക് കൂടുതൽ വിശേഷങ്ങളായിട്ട് വീണ്ടും വരുന്നവരെ ബൈ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.